ഡൽഹിയിൽ ഇന്നലെ ഇന്ത്യൻ ഇന്നിംഗ്സ് 20 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 204 റൺസ് തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസുകളിൽ ഒന്നിനൊരുങ്ങുകയാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ക്രീസിൽ 60 പന്തിൽ 120 റൺസുമായി സ്മൃതി മന്ദാന, 34 പന്തിൽ 52 റൺസുമായി ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഒറ്റ ജയമകലെ പരമ്പര 413 റൺസിന്റെ മാമത്ത് ടോട്ടൽ പിന്തുടർന്നിറങ്ങുമ്പോൾ ഇങ്ങനെയൊരു തുടക്കം ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ എത്രയാകും? ഇന്ത്യ ആ റൺമല കീഴടക്കുമെന്ന് തന്നെ അവർ മനസ്സിലുറപ്പിച്ച് കാണും. അത് സംഭവിച്ചാൽ ഒരുപിടി ചരിത്ര നിമിഷങ്ങൾക്ക് ആ മൈതാനം സാക്ഷിയാകും. പൊടുന്നനെ കളിയുടെ ഗതി മാറുന്നു. 2 ഓവറിനുള്ളിൽ 2 വിക്കറ്റുകൾ. മന്ദാനയും കൗറും മടങ്ങുന്നു. ദീപ്തി ശർമ്മ രക്ഷാദൗത്യമേറ്റെടുത്തു. അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ ഒരുക്കമല്ല എന്ന നിലപാടിലായിരുന്നു ഇന്ത്യ. 36 ഓവർ പൂർത്തിയാകുമ്പോൾ പോലും വിജയപ്രതീക്ഷയുണ്ടായിരുന്നതാണ്. 84 പന്തിൽ ഇനി ജയിക്കാൻ വേണ്ടത് 104 റൺസ്. അതൊരു ബാലികേറാ മറിയൊന്നുമല്ല. പക്ഷെ കയ്യിലുള്ളത് ആകെ 3 വിക്കറ്റുകൾ മാത്രമാണ്. അർദ്ധ സെഞ്ചുറിയുമായി ദീപ്തി ക്രീസിലുണ്ട്. സ്നേഹാറാണയെ കൂട്ടുപിടിച്ച് ദീപ്തി രക്ഷാദൗത്യം തുടരുന്നു. 43 ഓവറിൽ തഹ്ലിയ മഗ്രാത്ത് ഇന്ത്യയുടെ അവസാന പ്രതീക്ഷകളെയും ഊതിക്കെടുത്തി. 72 റൺസുമായി ദീപ്തി മൈതാനം വിട്ടു. പിന്നെ ഒറ്റ ബൗണ്ടറി പോലും ഇന്ത്യൻ ഇന്നിംഗ്സിൽ പിറന്നിട്ടില്ല. 47 ഓവറിലെ അവസാന പന്തിൽ ഓസ്ട്രേലിയ ഇന്ത്യൻ പോരാട്ടം അവസാനിപ്പിച്ചു. 781 റൺസാണ് ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ആകെ പറന്നത്. വുമൻസ് ക്രിക്കറ്റിൽ ഇത് റെക്കോർഡാണ്. 2017 ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ പിറന്ന 678 റൺസിന്റെ റെക്കോർഡാണ് പഴങ്കതിയായത്. 99 ഫോറുകളും 12 സിക്സുകളുമാണ് ഇന്നലെ ഇരു ടീമുകളും ചേർന്ന് പായിച്ചത്. വുമൻസ് ക്രിക്കറ്റിൽ ഒരു ഏകദിന മത്സരത്തിൽ ഇത്രയധികം ബൗണ്ടറികൾ പിറക്കുന്നത് ഇതാദ്യം. ഇതിനു പുറമെ ഒരു പിടി റെക്കോർഡുകൾ കൂടി ഇന്നലെ പിറന്നു. 9.73 ആയിരുന്നു മത്സരത്തിൽ ഇന്ത്യൻ താരം അരുന്ധതി റെഡ്ഡിയുടെ എക്കോണമി റേറ്റ്. വുമൻസ് ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും എക്സ്പെൻസീവായ സ്പെൽ. കളിയും പരമ്പരയും തോറ്റെങ്കിലും ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയ്ക്കത് അവിസ്മരണീയമായൊരു സീരീസാണ്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 സെഞ്ചുറി. സ്കോർ ബോർഡിൽ ചേർത്തത് 300 റൺസ്. പരമ്പരയിൽ ഉടനീളം തകർപ്പൻ ഫോമിലായിരുന്നു ഇന്ത്യൻ ഓപ്പണർ. ഇന്നലെ വെറും 50 പന്താണ് 3 അക്കം കടക്കാൻ മന്ദാനയ്ക്കെടുത്തത്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. മറികടന്നത് സാക്ഷാൽ വിരാട് കോഹ്ലിയെ. 2013 ജയ്പൂരിൽ വെച്ച് 52 പന്തിൽ ഓസീസിനെതിരെ സെഞ്ചുറി കുറിച്ച കോഹ്ലിയുടെ റെക്കോർഡ് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി തകർക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. ആ റെക്കോർഡാണ് ഇന്നലെ പഴങ്കതിയായത്. വുമൻസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറിയാണ് മന്ദാന തന്റെ പേരിൽ കുറിച്ചത്. മുമ്പിലുള്ളത് ഓസ്ട്രേലിയൻ താരം മെഗ് ലാനിങ്. 2012 കിവീസിനെതിരെ 45 പന്തിലാണ് ലാനിങ് സെഞ്ചുറി കുറിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ തന്റെ കരിയറിലെ 13ാം സെഞ്ചുറിയാണ് മന്ദാന ഇന്നലെ ഡൽഹിയിൽ കുറിച്ചത്. ഇന്ത്യൻ താരം ഈ നേട്ടത്തിലെത്തിയത് 108 ഇന്നിംഗ്സുകളിൽ നിന്ന്. വുമൻസ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത്. കളിയിൽ 23 പന്തിലാണ് മന്ദാന അർദ്ധ സെഞ്ചുറി കുറിച്ചത്. അടുത്ത 50 റൺ സ്കോർ ബോർഡിൽ ചേർക്കാനെടുത്തത് 27 പന്തുകൾ. ബാറ്റ് വീശിയത് 198 സ്ട്രൈക്ക് റേറ്റിൽ. ഈ വർഷം 4 സെഞ്ചുറികളാണ് മന്ദാന തന്റെ പേരിൽ കുറിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന വലിയ നേട്ടം. ഓസീസിനെതിരെ മാത്രം മന്ദാന കരിയറിൽ 4 സെഞ്ചുറികൾ കുറിച്ചിട്ടുണ്ട്. വനിതാ ക്രിക്കറ്റിൽ ഓസീസിനെതിരെ ഇതുവരെ ഇന്ത്യക്ക് ഒരു ഏകദിന പരമ്പര ജയിക്കാനായിട്ടില്ല. ഇരു ടീമുകൾക്കുമിടയിൽ 11 പരമ്പരകൾ അരങ്ങേറിയപ്പോൾ 11ലും കങ്കാരികൾ വെന്നിക്കൊടി പറിച്ചു. ആ നാണക്കേടിന്റെ കറ കഴുകിക്കളയാൻ ഇന്ത്യക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ പരാജയപ്പെട്ടെങ്കിലും സ്വന്തം മണ്ണിൽ അരങ്ങേറുന്ന ഏകദിന ലോകകപ്പിലേക്ക് ഇന്ത്യക്ക് ഈ സീരീസിലെ പ്രകടനങ്ങൾ മുതൽക്കൂട്ടാകും. ക്രിക്കറ്റിന്റെ വിശ്വകിരീടത്തിൽ ആദ്യമായി ഇന്ത്യൻ വനിതകളുടെ ചുംബനം പതിയുമോ? കാത്തിരുന്നു കാരണം.